എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിൻജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. രോഗങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് മാനസികമായ വിഷമങ്ങളും സമ്മർദ്ദങ്ങളും തരുന്നവ തന്നെയാണ്. ഒരു പക്ഷേ പഴയ കാലങ്ങളിലൊക്കെ നമ്മളെ തളർത്തിക്കൊണ്ടിരുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികളായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ആശങ്കയോടെ നോക്കിക്കാണുന്നത് ജീവിതശൈലി രോഗങ്ങളെന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം രോഗങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് ഭാരമായ ചില ജീവിതശൈലി രോഗങ്ങളുണ്ട്. അവയിൽ 3 പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളും അവയുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ 3 രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ 3 രോഗങ്ങളുടെയും മൂലകാരണം ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവയെ മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യവും ഒന്നാണ്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് നിശബ്ദനായ കൊലയാളി എന്ന് ഇന്ന് അറിയപ്പെടുന്ന ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹ രോഗത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നമ്പർ 2 എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രം മുഴുവൻ തെറ്റിച്ച് അവരെ രോഗിയായിട്ട് മാറ്റുന്ന PCOD എന്ന് പറയുന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗം ആണ് പ്രധാനപ്പെട്ട മറ്റൊന്ന്. മൂന്നാമതായിട്ട് പറയാനുള്ളത് കരളിൻ്റെ പ്രവർത്തനത്തെ തകർക്കാൻ സാധ്യത ഇട്ടുകൊടുക്കുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്ന പ്രശ്നം. അപ്പോൾ ഈ 3 കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ 3 കാര്യങ്ങളും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മൂലകാരണം എന്താണ്. 3 രോഗങ്ങളുടെയും മൂലകാരണം ഒന്ന് തന്നെയാണ്. അത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. എന്താണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്? ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പലർക്കും കൃത്യമായിട്ട് തന്നെ അറിയാം. നമ്മുടെ കോശങ്ങൾക്കകത്ത് ഊർജ ഉൽപ്പാദനത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗ്ലൂക്കോസ് കോശങ്ങളുടെ അകത്തേക്ക് കയറണം. സാധാരണഗതിയിൽ ഗ്ലൂക്കോസിന് ഡയറക്റ്റായിട്ട് കോശഭിത്തിയുടെ അകത്തേക്ക് കയറാൻ വേണ്ടി കഴിയില്ല, കോശത്തിനകത്തേക്ക് കയറാൻ കഴിയില്ല. ഇത്തരം അവസ്ഥയിൽ ശരീരത്തിന് ഊർജം ആവശ്യമുള്ള ഘട്ടങ്ങളിലെല്ലാം ഇൻസുലിൻ വന്ന് കോശത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാം എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. അത്തരത്തിലൊരു വാതിൽ തുറന്നു കിട്ടിയാൽ മാത്രമേ നമ്മുടെ രക്തത്തിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസിന് കോശത്തിൻ്റെ അകത്ത് കയറാനും അതുവഴി എനർജി ഉണ്ടാക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം, ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ ഇൻസുലിന് കോശത്തിൻ്റെ ഭിത്തി തുറന്നു കൊടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അല്ലെങ്കിൽ ആ താക്കോൽ ദ്വാരത്തിനകത്ത് മെഴുക് അടിഞ്ഞതുപോലെ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതുകൊണ്ട് താക്കോൽ കൊണ്ട് അല്ലെങ്കിൽ ഇൻസുലിൻ കൊണ്ട് വാതിൽ തുറക്കാൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ എനർജി ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം കൂടുതൽ ഇൻസുലിൻ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഇൻസുലിനൊന്നും അവിടെ പ്രവർത്തനക്ഷമമാകാൻ വേണ്ടി കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റാതിരുന്ന ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിൽ കൂടിക്കൊണ്ടേ ഇരിക്കും. അതേസമയം നമ്മൾക്ക് ക്ഷീണവും തളർച്ചയും വർദ്ധിച്ചുകൊണ്ടും ഇരിക്കും. കാരണം എനർജി ഉണ്ടാക്കാനുള്ള സാധനം അകത്ത് എത്തുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇൻസുലിൻ പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് പെരുകുന്നത്? വിസറൽ ഫാറ്റ് എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൂടിയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം കൂടിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു വളർച്ചാ ഹോർമോൺ കൂടിയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ കാര്യങ്ങളെ വളർച്ചയ്ക്ക് ത്വരിതം ഉണ്ടാക്കാൻ കൂടി ഈ ഇൻസുലിൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിനകത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ടെൻഡൻസിയും ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കളമൊരുക്കും. അതേപോലെ ഫാറ്റി ലിവറിനെ പോലെ തന്നെ PCOD പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിനും അതേപോലെ ഡയബറ്റീസിനും ഉള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെ ആണ്. ഇവിടെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ടൈപ്പ് 1 അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസിനെ കുറിച്ചല്ല, ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടാകുന്ന ഡയബറ്റീസിനെ കുറിച്ചല്ല, പിന്നീട് ഉണ്ടാകുന്ന മഹാഭൂരിഭാഗം ആളുകൾ കാണുന്ന ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? 4 മുന്നറിയിപ്പുകൾ ശരീരം ആദ്യം തന്നെ തരും. എന്തൊക്കെയാണത്? 1, നിയന്ത്രണാതീതമായിട്ടുള്ള വിശപ്പ്. ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു വ്യക്തിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഷുഗർ ഉപയോഗപ്പെടുത്തി ഊർജ്ജമാക്കി മാറ്റാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വിശപ്പ് കഠിനമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കും. ധാരാളമായിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ആർത്തിയും ഈ മനുഷ്യനുണ്ടാവും.
2 പഞ്ചസാരയോടുള്ള ആസക്തി. എന്തുകൊണ്ടാണ് പഞ്ചസാരയോടുള്ള ആസക്തി കൂടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജി ലോസ് ആവുന്ന സമയത്ത് എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടുതൽ കാർബോഹൈഡ്രേറ്റും അല്ലെങ്കിൽ പഞ്ചസാരയും കഴിക്കണം എന്നുള്ള ഒരു തോന്നൽ ഒരു വ്യക്തിക്കുണ്ടാവും. മൂന്നാമത് ഫാറ്റീഗ് അല്ലെങ്കിൽ ക്ഷീണം. എത്ര ഭക്ഷണം കഴിച്ചാലോ എത്ര വിശ്രമിച്ചാലോ മാറ്റാൻ പറ്റാത്ത ഒരു ക്ഷീണത്തിലേക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന ഒരു വ്യക്തി വഴുതി വീണുകൊണ്ടിരിക്കും. നാലാമതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം വയറ് ചാടുക അല്ലെങ്കിൽ ഒബേസിറ്റി ഉണ്ടാകുക. അബ്ഡോമിനൽ ഒബേസിറ്റി അല്ലെങ്കിൽ ഒരാളുടെ വയറ് കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞതിൻ്റെ സാധ്യതയോ ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ തുടക്കമാണ്. ഇനി ഇതേപോലെ കാണിക്കുന്ന മറ്റൊരു ലക്ഷണമാണ് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. അല്ലെങ്കിൽ ചിലരുടെയൊക്കെ കഴുത്തിൻ്റെ പുറകുവശത്തൂടെ നിങ്ങൾ നോക്കിയാൽ ഒരു കറുത്ത പാടുണ്ടാവും. അവർക്ക് കക്ഷത്തിലായാലും കൈയുടെ മടക്കുകളായാലും ഇങ്ങനെ ഫോൾഡ് വരുന്ന സ്ഥലത്തൊക്കെ ഒരു ഇരുണ്ട നിറമുള്ള ഒരു പാച്ചസ് കാണും. ഇത് എക്കാന്തോസിസ് ആണ്. ഇതും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആ വ്യക്തിക്ക് തുടങ്ങി എന്നതിൻ്റെ സൂചന കൂടിയാണ്. ഇനി ഇങ്ങനെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാനുള്ള പ്രധാനപ്പെട്ട 3 മാന്ത്രിക വടികളാണ് നമുക്കുള്ളത്. ഈ വടികളെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതുമാണ്. എന്തൊക്കെയാണത്? ഒന്ന്, അന്നജത്തെ പൂട്ടുക അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കുറക്കുക. അത് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളതാണ് നമുക്ക് വരുന്നത് പഞ്ചസാര. റിഫൈൻഡ് കാർബിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉള്ളതാണ് അരിയും ഗോതമ്പും ഒക്കെ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ധാന്യങ്ങളുടെ അളവ് ഒരു നേരത്തിൽ 30 ഗ്രാമിൽ അധികമാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഒരു നേരമെങ്കിലും ഈ അന്നജമില്ലാത്ത അല്ലെങ്കിൽ ധാന്യങ്ങളില്ലാത്തൊരു ഭക്ഷണത്തിലേക്ക് നിങ്ങൾ മാറുക. ഉദാഹരണത്തിന് രാവിലെ നിങ്ങൾ ദോശ കഴിച്ചു അല്ലെങ്കിൽ ഇഡ്ഡലി കഴിച്ചു, ഉച്ചയ്ക്ക് അല്പം ചോറുണ്ടു, രാത്രി ഒരു കാരണവശാലും ധാന്യങ്ങൾ കഴിക്കരുത്. അത് അരിയായാലും ഗോതമ്പായാലും മില്ലറ്റായാലും ഒരേ രീതിയിലാണ് ലിവർ അതിനോട് പ്രതികരിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒഴിവാക്കി പകരം നിങ്ങൾക്ക് വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത് അതിൻ്റെ കൂടെ നോൺ വെജൊക്കെ കൂടിയിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് മാറുക. ഇത് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാൻ വേണ്ടി സഹായിക്കും. ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഒരു വ്യക്തി ഏറെക്കുറെ 14 മണിക്കൂറോളമുള്ള ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാനുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു കിട്ടും. ഏതോ ഒരു വ്യക്തി ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ പറയേണ്ടതായിട്ടുണ്ടായിരുന്നു, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കും. അവരുടെയൊക്കെ ഓർഗൻസ് വളരെ വലുതായിട്ട് വീക്കം വരും. ഇൻഫ്ലമേഷൻസ് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ മരണത്തിലേക്കും കുഴഞ്ഞു വീണുള്ള മരണത്തിലേക്കൊക്കെ പോകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അത് ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഫാസ്റ്റിങ്ങിൽ, ഡ്രൈ ഫാസ്റ്റിങ്ങിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അതെല്ലാം വളരെ സേഫായിട്ടുള്ള കാര്യം തന്നെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇനി മൂന്നാമത്തേത് റെസിസ്റ്റൻസ് എക്സസൈസുകൾ. അല്ലെങ്കിൽ പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ 1-2 മണിക്കൂർ നടക്കാറുണ്ട്. അതിലല്ല കാര്യം. നടത്തം മോശമാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. നടത്തം വളരെ നല്ലതാണ്. നിങ്ങളുടെ ഹൃദയത്തെയും രക്തചംക്രമണ വ്യവസ്ഥയെയും സംബന്ധിച്ച് അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം നടത്തത്തേക്കാൾ നിങ്ങൾക്ക് വേണ്ടത് റെസിസ്റ്റൻസ് എക്സസൈസുകളാണ്. അല്ലെങ്കിൽ ചെറിയ വെയിറ്റുകൾ ഇട്ടുകൊണ്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളാണ്. അരയ്ക്ക് മുകളിലേക്കുള്ള പേശികൾക്ക് കൂടുതൽ നന്നായി അന്നജത്തെ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അരയ്ക്ക് മുകളിലുള്ള പേശികളെ കൂടുതൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിട്ടയായ വ്യായാമ ക്രമീകരണം പോലും നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ചില ആഹാര ഔഷധ വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കറുവപ്പട്ട അല്ലെങ്കിൽ ഉലുവ, ഇതൊക്കെ ധാരാളം വാരി വലിച്ച് കഴിക്കാനല്ല പറയുന്നത്. ഇതൊക്കെ അല്പം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പോഷണ ഘടകങ്ങൾ, ഒമേഗ-3 പോലുള്ള പോഷണ ഘടകങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു കൃത്യമായ ക്രമീകരണത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു പ്രധാന വിഷയമാണ് ഇന്ന് നമ്മുടെ മനസ്സിൻ്റെ ഭാരമായി തീർന്നിട്ടുള്ള ഡയബറ്റീസും PCODയും ഫാറ്റി ലിവറും പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.